എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറിവേപ്പിലേനെ കുറിച്ചാണ്. നമ്മളെല്ലാം കറികളിൽ രുചിയും ഗുണവും കൂട്ടാൻ കറിവേപ്പില ഉപയോഗിക്കാറുണ്ട്. പണ്ട് അധിക വീടുകളിൽ ഇത് നട്ടു വളർത്തുന്നത് കാണാറുണ്ട്. ഇന്ന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഒന്നാമത് സ്ഥലപരിമിതി കൊണ്ടായിരിക്കും. കറിവേപ്പിലയ്ക്ക് രുചിയേക്കാൾ പോഷക ഗുണങ്ങൾ കൂടുതലാണ്. കറിവേപ്പില രുചിയേക്കാൾ പോഷക ഗുണങ്ങൾ കൂടുതലാണ്. എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദത്തിനും ആവശ്യമായ കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, മാഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ ഉറവിടം കൂടിയാണ് കറിവേപ്പില. വീടുകളിൽ കറിവേപ്പില മരം ശരിയായ ദിശയിൽ വളർത്തുന്നത് വഴി ദോഷങ്ങൾ അകലുകയും പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് കുടുംബത്തിന് ഐശ്വര്യവും ആരോഗ്യവും സാമ്പത്തിക പുരോഗതിയും നൽകുന്നു. പടിഞ്ഞാറ് ദിശ ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നു. ഇത് ശാന്തതയും സന്തുലിതാവസ്ഥയും നൽകുന്നു. ഇവിടെ ഒരു കറിവേപ്പില നടുന്നത് ആരോഗ്യം വർദ്ധിക്കുകയും നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുകയും സന്തോഷം ക്ഷണിക്കുകയും ചെയ്യും. തെക്ക് കിഴക്ക് ദിശ സമ്പത്തുമായും സമൃദ്ധിയായും ബന്ധപ്പെട്ടിരിക്കുന്നു. തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കറിവേപ്പില വയ്ക്കുന്നത് സാമ്പത്തിക വളർച്ചയും ഐക്യവും കൊണ്ടുവരും. തെറ്റായ ദിശയിൽ നടന്നത് നെഗറ്റീവ് എനർജി ആകർഷിക്കുകയും അത് വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും. കറിവേപ്പില ശരിയായ ദിശയിൽ നടുന്നത് കുടുംബത്തിന് സമൃദ്ധിയും സമ്പത്തും നൽകുന്നു. ശരിയായ ദിശയിൽ നട്ടില്ലെങ്കിൽ ദോഷം സംഭവിക്കുകയും ചെയ്യും. പടിഞ്ഞാറ് ദിശയിലാണ് കറിവേപ്പില നടാൻ ഏറ്റവും നല്ലത്. ഇവിടെ നടുന്നത് സമ്പത്തും ഐശ്വര്യവും കൂട്ടുമെന്ന് വാസ്തുവിൽ പറയുന്നു. കറിവേപ്പില ഉണങ്ങിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിക്കും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കറിവേപ്പില നടുന്നത് നല്ലതാണ്. കറിവേപ്പില ഉണക്കി കരിപ്പൊടിയുമായി കലർത്തി കുറച്ച് തുള്ളി ലാവൻഡർ ഓയിൽ ചേർത്ത് കത്തിക്കുക. ഇത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിയും. നെഗറ്റീവ് എനർജിയിൽ നിന്ന് വീടിനെ സംരക്ഷിക്കാൻ കറിവേപ്പില ഉണക്കി കത്തിച്ച് പുക വീടിന് ചുറ്റും പരത്തുക. പടിഞ്ഞാറ് ദിശയിൽ കറിവേപ്പില നടുന്നത് സമ്പത്തിനും ഐശ്വര്യത്തിനും മാത്രമല്ല വീട്ടുകാരുടെ ആരോഗ്യവും സന്തോഷവും വർദ്ധിക്കുകയും ചെയ്യും. സന്ധ്യാസമയത്ത് കറിവേപ്പില ചെടിയിൽ നിന്നും ഇലകൾ പറിക്കരുത്. കറിവേപ്പില ഉണങ്ങിപ്പോകാതെയും വാടിപ്പോകാതെയും നോക്കണം. കറിവേപ്പിലയ്ക്ക് താഴെ അഴുക്ക് വെള്ളം ഒഴുകാതിരിക്കാനും ശ്രദ്ധ വേണം. കറിവേപ്പില വാസ്തുവിന് മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ്. ചെടികളും പൂക്കളും തെറ്റായ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചാൽ അത് താമസക്കാരുടെ ജീവിത സാഹചര്യത്തെയും ആരോഗ്യത്തെയും ബാധിക്കും. എന്നാൽ ചില ഭാഗങ്ങളിൽ കറിവേപ്പ് നട്ടു വളർത്തുന്നത് ദോഷം വരുത്തും. മരണദുഃഖം, പ്രത്യേകിച്ചും ഗൃഹനാഥയ്ക്ക് ആണ് ദോഷം വരുത്തുന്നത്. എന്നാൽ രണ്ട് ദിശകളിൽ കറിവേപ്പ് വളർത്തുന്നത് ഐശ്വര്യം നൽകും. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീടിന് 4 സ്റ്റെപ്പ് അകലമെങ്കിലും ഉള്ളിടത്ത് കറിവേപ്പ് വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ തെക്ക് വശത്തും വളർത്തുന്നത് നല്ലതാണ്. ഇവിടെയും ഇത്രയും അകലം തന്നെ വേണം. വീടിനോട് ചേർത്ത് വളർത്തരുത്. കറിവേപ്പ് ഒരിക്കലും വളരാത്ത സ്ഥാനങ്ങളുണ്ട്. ഇതിൽ വടക്ക് കിഴക്കേ മൂലയാണ് ഒന്ന്, അതായത് ഈശാനമൂല എന്ന് പറയും. ഈ ഭാഗത്ത് കറിവേപ്പില വളർത്തിയാൽ വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ദുരിതങ്ങളും സങ്കടങ്ങളും വന്നുകൊണ്ടേയിരിക്കും. കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകുകയുമില്ല. വീടിന് പ്രധാന വാതിലിന് അഭിമുഖമായി ഇത് വളർത്തരുത്. ഇത് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരാനിടയാക്കും. മൂന്നാമത്തെ സ്ഥാനം കിണറിനോട് ചേർന്നിട്ടാണ്. നനവ് ലഭിക്കാനുള്ള സൗകര്യത്തിന് കിണറിനോട് ചേർത്ത് വളർത്തുന്നവർ ധാരാളമുണ്ട്. ഇത് പാടില്ല. ഇത് വീട്ടിലെ സ്ത്രീകളുടെ ആയുസ് കുറയുന്നതിന് കാരണമാകും. സന്ധ്യയ്ക്ക് ശേഷം, അതായത് വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ കറിവേപ്പില പറിക്കരുത്. ഇത് നാശം വരുത്തുമെന്നാണ് വിശ്വാസം. അതുപോലെ കറിവേപ്പില തണ്ടോട് ഒടിച്ചു വേണം എടുക്കാൻ. അതായത് തണ്ട് സസ്യത്തിൽ വെച്ച് ഇല മാത്രം എടുക്കരുത്. ഇത് ഗൃഹനാഥൻ്റെ ആയുസ്സിന് ദോഷം വരുത്തും.
വൃക്ഷത്തിൽ നിലനിർത്തി ഇല ഊരിയെടുക്കരുത്. കറിവേപ്പ് പൂക്കുന്നതും നിമിത്തശാസ്ത്രത്തിൽ ദോഷാനുഭവങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഇത്തരം അവസ്ഥയിലേക്ക് കറിവേപ്പ് എത്തിക്കരുത്. പൂത്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെയും എല്ലാവരുടെയും പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. കറിവേപ്പിൻ്റെ തൈ ദാനമായി നൽകുകയും ചെയ്യരുത്. കറിവേപ്പിലയുടെ തൈ നട്ടു വളർത്തുമ്പോൾ പുതിയ തൈ നടുന്നത് പുറമേ നിന്ന് ആരെങ്കിലും കൊണ്ട് നടുവിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും നമസ്കാരം.